പുറത്ത് നോക്കുമ്പോൾ ഒരു ഡ്രാഗണിൻ്റെ തൊലി പോലെയും മുറിച്ച് നോക്കുമ്പോൾ അതിനുള്ളിൽ ചെറിയ കറുത്ത വിത്തുകൾ നിറഞ്ഞ വെള്ളയോ ചുവപ്പോ നിറമുള്ള മാംസളഭാഗവും. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ ഒരു ചോദ്യം, ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ നമ്മൾ സാധാരണയായി ശ്രദ്ധിക്കുന്നത് അതിൻ്റെ രുചിയും മനോഹരമായ നിറവും മാത്രമാണ്. എന്നാൽ അതിനുള്ളിലെ ചെറിയ കറുത്ത വിത്തുകൾക്ക് എന്താണ് പ്രത്യേകത? ചുവന്ന നിറമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വെള്ള നിറമുള്ളതിനേക്കാൾ വ്യത്യസ്തമാണോ? ഇത് പ്രമേഹമുള്ളവർക്ക് കഴിക്കാമോ? ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലതാണോ? ഇതിൻ്റെ തൊലി വെറുതെ കളയേണ്ടതാണോ? കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഈ പഴം എന്തെങ്കിലും നൽകുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സസ്യശാസ്ത്രപരമായ പ്രത്യേകതകൾ മുതൽ അതിലെ പോഷകങ്ങളും ആരോഗ്യപരമായ പ്രാധാന്യവും എങ്ങനെ കഴിക്കണം, ആരൊക്കെ കഴിക്കണം എന്നതുവരെ വിശദമായി നോക്കാം. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് സാധാരണയായി പിതയ അല്ലെങ്കിൽ പിത്തഹായ എന്ന പേരിലും അറിയപ്പെടുന്ന പഴമാണ്. ഇത് സാധാരണ പഴച്ചെടികളെപ്പോലെ മരത്തിൽ വളരുന്ന ഒന്നല്ല. ഇതൊരു കാക്ടസ് ഗ്രൂപ്പിൽപ്പെടുന്ന സസ്യമാണ്. പ്രധാനമായും ഹൈലോസിറസ് വിഭാഗത്തിലെ ഒരു സ്പീഷീസാണ് ഡ്രാഗൺ ഫ്രൂട്ടായി കൃഷി ചെയ്യുന്നത്. ആധുനിക വർഗീകരണത്തിൽ ഇവയിൽ പലതും സെലനിസിറസ് എന്ന ജീനസിലാണ് ഉൾപ്പെടുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏറ്റവും കൗതുകകരമായ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ഒരു കാക്ടസ് ആണെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന മരുഭൂമിയിലെ മുള്ളുള്ള കാക്ടസുകളെ പോലെ തോന്നുന്നില്ല, അഥവാ കള്ളിച്ചെടികളെ പോലെ തോന്നുന്നില്ല. ഇതിന് നീളമുള്ള പച്ച നിറത്തിലുള്ള ത്രികോണാകൃതിയിലുള്ള തണ്ടുകളാണ് കാണപ്പെടുന്നത്. ഈ തണ്ടുകൾക്ക് ക്ലൈംബിംഗ് ഹാബിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിൽ കോൺക്രീറ്റ് പോസ്റ്റ് അല്ലെങ്കിൽ സപ്പോർട്ട് സ്ട്രക്ചർ ഉപയോഗിച്ച് മുകളിലേക്ക് വളരാൻ സാധിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മറ്റൊരു അത്ഭുതം അതിൻ്റെ പൂവാണ്. വലിയ വെള്ള നിറത്തിലുള്ള മനോഹരമായ പൂക്കൾ പല ഇനങ്ങളിലും രാത്രിയിലാണ് വിരിയുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഇതിനെ മൂൺ ഫ്ലവർ എന്ന പേരിലും വിളിക്കാറുണ്ട്. പൂവിൻ്റെ വലിപ്പവും സുഗന്ധവും ശ്രദ്ധേയമാണ്. പൂവ് വിരിഞ്ഞ ശേഷം അനുയോജ്യമായ പരാഗണം നടന്നാൽ പഴം രൂപപ്പെടും. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിവിധ വൈൽഡ് റിലേറ്റീവ്സ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. പ്രത്യേകിച്ച് മധ്യ അമേരിക്കയും തെക്കൻ മെക്സിക്കോയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളുമായി ഇതിൻ്റെ ചരിത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഇത് ലോകത്തിൻ്റെ പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ന് വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, ഫിലിപ്പീൻസ്, ചൈന, ഇസ്രായേൽ, ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഡ്രാഗൺ ഫ്രൂട്ട് വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്ത്യയിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനെ പ്രധാനമായും മാംസളഭാഗത്തിൻ്റെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ള മാംസളമുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, ചുവപ്പ് അഥവാ പിങ്ക് മാംസളമുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, മഞ്ഞ തൊലിയുള്ള ഇനങ്ങൾ എന്ന് മൂന്നായി തിരിച്ചിട്ടുണ്ട്. വെള്ള മാംസളമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് പുറത്ത് പിങ്ക് അല്ലെങ്കിൽ റെഡിഷ് പിങ്ക് സ്കിൻ, അകത്ത് വെള്ള നിറത്തിലുള്ള പൾപ്പ്, ചെറിയ കറുത്ത വിത്തുകളും ധാരാളം. ചുവന്ന അഥവാ പിങ്ക് മാംസളമുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, അകത്തെ പൾപ്പ് ചുവപ്പോ കടും പിങ്കോ ആയിരിക്കും. ഇവയിൽ ബീറ്റാലിൻ പിഗ്മെൻറ്റ്സ് കൂടുതലായി കാണപ്പെടുന്നു. മഞ്ഞ തൊലിയുള്ള ഇനങ്ങൾ, ചില ഇനങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള പുറംതൊലിയും വെള്ള പൾപ്പും കാണാം. ഇനങ്ങൾ തമ്മിൽ രുചിയിലും മധുരത്തിലും പോഷകഘടനയിലും വ്യത്യാസങ്ങളുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ പ്രാധാന്യം ഒരു സിംഗിൾ ന്യൂട്രിയൻ്റ് കൊണ്ടല്ല. അതിൽ വാട്ടർ, ഡയറ്ററി ഫൈബർ, വൈറ്റമിൻ സി, മിനറൽസ്, പോളിഫിനോൾസ്, പിഗ്മെൻറ്റ്സ്, സീഡ്സിലെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് തുടങ്ങിയ പല ഘടകങ്ങളും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൽ ജലാംശം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന് ഒരു റീഫ്രഷിംഗ് ഫ്രൂട്ടായി ഉപയോഗിക്കാം. എന്നാൽ പഴം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നതിന് പകരമല്ല. ഡ്രാഗൺ ഫ്രൂട്ടിലെ മറ്റൊരു പ്രധാന ഘടകം ഡയറ്ററി ഫൈബറാണ്. ഫൈബർ നമ്മുടെ ഭക്ഷണക്രമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് മലബന്ധം കുറയ്ക്കാൻ സഹായിക്കും, ബൗൾ മൂവ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ സഹായിക്കും, ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ മന്ദഗതിയിലാക്കാൻ സഹായിക്കും, വയർ നിറഞ്ഞതായി തോന്നാൻ സഹായിക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളിലെ ചെറിയ കറുത്ത വിത്തുകൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്നാൽ അവ വെറും ഡെക്കറേഷൻ അല്ല. ഈ വിത്തുകളിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, പ്രത്യേകിച്ച് ലീനോലിക് ആസിഡ് പോലുള്ള
അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിത്തുകൾ നീക്കം ചെയ്യാതെ പഴത്തോടൊപ്പം കഴിക്കുന്നത് സാധാരണയായി നല്ലതാണ്. വിത്തുകൾ വളരെ ചെറുതായതിനാൽ ചവച്ച് കഴിക്കുന്നതിലൂടെ അവ ഭക്ഷണത്തിൻ്റെ ഭാഗമാകുന്നു. ഒരു പ്രധാന കാര്യം, വിത്തിൽ ഹെൽത്തി ഫാറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ അളവ് വളരെ കുറവായതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ മാത്രം ആവശ്യമായ ഹെൽത്തി ഫാറ്റ് ലഭിക്കുമെന്ന് കരുതരുത്. നമ്മുടെ ഭക്ഷണത്തിൽ നട്ട്സ്, സീഡ്സ്, ലെഗ്യൂംസ് തുടങ്ങിയവയും ഉൾപ്പെടുത്തണം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നിറം വെറും സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതല്ല. പ്രത്യേകിച്ച് ചുവന്ന പൾപ്പുള്ള ഇനങ്ങളിൽ ബീറ്റാലൈൻ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നു. ബീറ്റാലിൻസിന് ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ടിവിറ്റി സംബന്ധിച്ച് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പങ്കാളികളാകുന്നു. ഇവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നിയന്ത്രിക്കുന്നതിൽ പങ്കാളികളാകുന്ന സംയുക്തങ്ങളാണ്. ഡ്രാഗൺ ഫ്രൂട്ടിലെ ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ്, സീഡ്സിലെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നിവ ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാകാൻ സഹായിക്കുന്നു. ഫൈബർ ഉൾപ്പെടുന്ന ഭക്ഷണം ഹൃദയാരോഗ്യത്തിന് അനുകൂലമായ ഭക്ഷണരീതിയുടെ ഭാഗമാണ്. പക്ഷേ കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം കഴിച്ചാൽ മതിയാകയില്ല. പ്രമേഹമുള്ളവർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാമോ? ഇത് പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഫ്രൂട്ടാണ്. അതിൽ സ്വാഭാവിക ഷുഗേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഷുഗർ ഫ്രീ ഫ്രൂട്ടാണെന്ന് പറയുന്നത് തെറ്റാണ്. എന്നാൽ ഫൈബർ ഉള്ളതിനാൽ ഹോൾ ഫ്രൂട്ടായി കഴിക്കുന്നത് ഫ്രൂട്ട് ജ്യൂസിനേക്കാൾ നല്ല തിരഞ്ഞെടുപ്പായിരിക്കും. പ്രമേഹമുള്ളവർ പോർഷൻ ശ്രദ്ധിക്കുക. ജ്യൂസാക്കി കുടിക്കുന്നതിനേക്കാൾ ഹോൾ ഫ്രൂട്ട് കഴിക്കുക. ഒരേ സമയം വളരെ വലിയ അളവ് കഴിക്കാതിരിക്കുക. സ്വന്തം ബ്ലഡ് ഗ്ലൂക്കോസ് റെസ്പോൺസ് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു വലിയ മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചാൽ വെയിറ്റ് കുറയും. അത് അങ്ങനെ നേരിട്ട് പറയാൻ കഴിയില്ല. വെയിറ്റ് ലോസ് ഉണ്ടാകുന്നത് മൊത്തം കലോറി ഇൻടേക്ക്, ആക്ടിവിറ്റി, സ്ലീപ്പ്, മെറ്റബോളിസം തുടങ്ങിയ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ്. എന്നാൽ ഡ്രാഗൺ ഫ്രൂട്ടിന് ചില ഗുണങ്ങളുണ്ട്. ജലാംശം കൂടുതലാണ്, ഫൈബറുണ്ട്, സ്നേക്കായി ഹൈ കലോറി പ്രോസസ്ഡ് ഫുഡിന് പകരം ഹോൾ ഫ്രൂട്ട് തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് വെയിറ്റ് മാനേജ്മെൻറ്റ് ഫ്രണ്ട്ലി ഡയറ്റിൻ്റെ ഭാഗമാക്കാം. ഡ്രാഗൺ ഫ്രൂട്ടിലെ ഡയറ്ററി ഫൈബർ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഗട്ട് ഹെൽത്തിന് സഹായകരമായ ഭക്ഷണക്രമത്തിൻ്റെ ഭാഗമാണ്. വിറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് കോമ്പൗണ്ട്സും ഉള്ളതിനാൽ ഡ്രാഗൺ ഫ്രൂട്ട് സ്കിൻ ഫ്രണ്ട്ലി ഡയറ്റിൻ്റെ ഭാഗമാക്കാം. വിറ്റമിൻ സി കൊളാജൻ സിന്തസിസിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിൽ പൊട്ടാസ്യം പോലുള്ള മിനറൽസ് ചെറിയ അളവിൽ ലഭിക്കുന്നു. പൊട്ടാസ്യം ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസ്, നെർവ് ഫങ്ഷൻ, മസിൽ ഫങ്ഷൻ എന്നിവയിൽ പ്രധാനപ്പെട്ട മിനറലാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പൊതുവെ ഭക്ഷണമായി സുരക്ഷിതമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അധികമായി കഴിച്ചാൽ ഫൈബർ കൂടുതലായി ലഭിക്കുന്നതിനാൽ ചിലരിൽ ബ്ലോട്ടിംഗ്, ഗ്യാസ് അല്ലെങ്കിൽ ബൗൾ ഹാബിറ്റ് മാറ്റമുണ്ടാകാം. വളരെ അപൂർവമായി അലർജിക് റിയാക്ഷൻ ഉണ്ടാകാം. അതുപോലെ കിഡ്നി ഡിസീസ് ഉള്ളവർ പൊട്ടാസ്യം ഇൻടേക്ക് സംബന്ധിച്ച് വ്യക്തിഗത ഡയറ്ററി അഡ്വൈസ് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഡ്രാഗൺ ഫ്രൂട്ട് ഒരു അത്ഭുത മരുന്നല്ല. പക്ഷേ ഫൈബർ, വൈറ്റമിൻ സി, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് കോമ്പൗണ്ട്സ്, പ്രത്യേകിച്ച് ചില ഇനങ്ങളിലെ ബീറ്റാലിൻ പിഗ്മെൻറ്റ്സ്, കൂടാതെ ചെറിയ കറുത്ത വിത്തുകളിൽ കാണപ്പെടുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നിവ കാരണം ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല പഴമാണ്. പഴത്തിൻ്റെ നിറം മാത്രം നോക്കി ഗുണം തീരുമാനിക്കേണ്ടതില്ല. അളവ് ശ്രദ്ധിക്കുക. വൈവിധ്യമാർന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പ്രകൃതി നമുക്ക് നൽകിയ ഓരോ പഴത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത അതിൻ്റെ മനോഹരമായ രൂപത്തിൽ മാത്രമല്ല, അതിൻ്റെ ഫൈബറിലും ആൻറ്റി ഓക്സിഡൻറ്റ് പിഗ്മെൻറ്റ്സിലും ചെറിയ കറുത്ത വിത്തുകളിലും സസ്യത്തിൻ്റെ അത്ഭുതകരമായ കാക്ടസ് സ്വഭാവത്തിലുമുണ്ട്.